നമസ്കാരം. വളരെ യാദൃച്ഛികമായി ഒരു വീഡിയോ ദൃശ്യം എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു. പത്തനംതിട്ട ജില്ലയിലെ അടൂർ പറക്കോടുള്ള ഭാരത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ വീഡിയോ ദൃശ്യമാണ്. അവിടെ ഒരു ഗാനമേള നടക്കുകയാണ്. നാഗർകോവിൽ നൈറ്റ് റൈഡേഴ്സ് ഓർക്കസ്ട്രയാണ് ഗാനമേള നടത്തുന്നത്. പൊതുവെ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ലളിതമായ ചെലവ് കുറഞ്ഞ ഗാനമേള ട്രൂപ്പാണ് നൈറ്റ് ബേർഡ്സ് ഓർക്കസ്ട്ര. ആ ഗാനമേളക്കിടയിൽ ഒരു പെൺകുട്ടി പാടാൻ അവസരം ചോദിച്ചെത്തുന്നു. എല്ലായിടത്തും ഗാനമേള ട്രൂപ്പുകൾ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണത്. നാട്ടിലെ പാട്ടുകാരിൽ പലരും ഒരവസരം ചോദിച്ചെത്തും. അങ്ങനെ ഒരാൾക്ക് അവസരം കൊടുത്താൽ മറ്റു പലരും അവസരം തിരക്കും. അങ്ങനെ എല്ലാവർക്കും അവസരം കൊടുത്താൽ ഒരുപക്ഷെ സംഘാടകർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. കാരണം ഈ പാട്ടുകാർ അത്ര മികച്ച പാട്ടുകാരാവണം എന്ന് ഉറപ്പില്ല. മാത്രമല്ല, നാട്ടുകാരുടെ പാട്ട് കേൾക്കാൻ വേണ്ടിയല്ല ഗാനമേള കേൾക്കാൻ എത്തുന്നവർ കാത്തിരിക്കുന്നത്. അതേസമയം നാട്ടുകാരെ വെറുപ്പിക്കാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഗാനമേള ട്രൂപ്പ് നടത്തിപ്പുകാർ വിവേകബുദ്ധിയോടുകൂടിയാണ് തീരുമാനമെടുക്കുന്നത്. അതാണ് ഇവിടെയും സംഭവിച്ചത്. അവിടെ എത്തി 3 പേർക്ക് പല സാഹചര്യങ്ങളിൽ അവസരം കൊടുക്കുന്നു. 4മതൊരു പെൺകുട്ടി ആദ്യം മുതലേ കാത്തിരിക്കുന്നതാണ്. ആ പെൺകുട്ടിക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ ആരുമുണ്ടായിരുന്നില്ല. ഒടുവിൽ 3മതൊരാളുമായി എത്തിയ സംഘാടകൻ തന്നെ ഈ പെൺകുട്ടിയെ പരിചയമില്ലെങ്കിലും പാടാൻ പറയുന്നു. ഗാനമേള ട്രൂപ്പുകാർ ആ പെൺകുട്ടിയെ പാടാൻ അനുവദിക്കുന്നു. പക്ഷെ സംഘാടകരിൽ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ സംഘാടകൻ മുണ്ടൊക്കെ മടക്കി കുത്തി സ്റ്റേജിലേക്ക് കയറുകയാണ്. എന്നിട്ട് പരസ്യമായി ഗാനമേള ട്രൂപ്പിനെ വിചാരണ ചെയ്യുന്നു. ആരുടെ അനുമതിയോടെ, ആരുടെ ശുപാർശയോടെയാണ് ആ പെൺകുട്ടിയെ കൊണ്ട് പാട്ട് പാടിച്ചത് എന്നാണ് ചോദ്യം. അയാൾ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് പണം എണ്ണിത്തന്ന സംഘാടകൻ പറഞ്ഞതുകൊണ്ടാണ് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. പക്ഷേ ഗാനമേള നടത്തിപ്പുകാരെ ഈ ഉണ്ടുമടക്കി കുത്തിയ സംഘാടകൻ വിറപ്പിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഈ പെൺകുട്ടിയെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി അധിക്ഷേപിക്കുന്നു. പേരും ഊരും നാളുമൊക്കെ ചോദിച്ച് ആ പെൺകുട്ടിയെ അധിക്ഷേപിക്കുന്നു. ആദ്യം ആ വീഡിയോ ദൃശ്യങ്ങൾ കാണുക. ഈ കുട്ടി ഒത്തിരി സമയത്ത് പറയുന്ന കേക്ക്, സവാന്റെ കേക്ക്, ഇതിന് പ്രതിവിധി ഉണ്ടല്ലോ, ധാരാളം സമയത്ത് കുട്ടി ഇവിടെ നിൽക്കുകയാണ്. ഞങ്ങൾ പാടിക്കാതിരിക്കുകയാണ്. അപ്പോ അതുകൊണ്ട് എനിക്ക് പൈസ എണ്ണിക്കൊണ്ട് തന്ന അദ്ദേഹമാണ് പറഞ്ഞത്, അറിയാമെങ്കിൽ ഒരു പാട്ട് പാടിച്ചോളാൻ പറഞ്ഞത്. ദാണ്ടെ ആ റെഡ് ഷർട്ട് നമ്മുടെ ഈ നാട്ടിലുള്ള ഒരു കുട്ടിയല്ല ഇത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഏതാ കുട്ടി? ആദ്യമായിട്ട് കാണുന്നതാണ് ഈ കുട്ടിയെ. നിങ്ങൾക്കറിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഒത്തിരി ഡയലോഗ് അടിക്കണ്ട. ആരാ കുട്ടിയാ? ആരാ? പ്രസാദേ, വേറെ കിട്ടുന്നേ. ആരാ? ഏത് കുട്ടിയത്? ആരാ? അതിന് പെർമിഷൻ കൊടുത്ത ആരാ? ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് നിങ്ങൾ പെർമിഷൻ കൊടുക്കാതെ നിങ്ങളുടെ പെർമിഷൻ കൊടുക്കാന്നോ? ഈ നാട്ടിലെ കുട്ടിയാന്ന് പറഞ്ഞ് വന്ന് പാടിയതുകൊണ്ടാണ് പെർമിഷൻ കൊടുത്തത്. ഞങ്ങൾ കൊടുത്തത് ഇവിടുത്തെ നാട്ടുകാരാണ്. അവര് വന്ന് പറഞ്ഞതിനെ കൊണ്ട് ചുവന്ന ഷർട്ട് ചേട്ടമെന്ന് പറഞ്ഞുകൊണ്ടാ പാട്ട് കൊടുത്തത്. പറഞ്ഞതിനെ കൊണ്ടാണ് കൊടുത്തത്. ആ അതെ. ആ ഇത് നമ്മുടെ നാട്ടിലുള്ള ഒരു കുട്ടിയല്ല. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഈ ക്ലബിന്റെ ഒരു പിന്നെ നമ്മളാണ് ക്ഷമിക്കും. അതിന്റെ ഞങ്ങൾ മാറ്റി ഉണ്ടെങ്കിൽ അത് ഇവിടെ നടത്തണ്ട കേട്ടോ. ചേട്ടാ പറയുന്നത് മനസ്സിലാക്കി. ഞങ്ങൾക്ക് ഈ കുട്ടി അതിൽ ഇവിടെ പാടി ആരും അറിയില്ല. ഇവിടെ വന്ന് ചാൻസ് ചോദിക്കുമ്പോൾ സംഘാടകരിൽ ഒരാൾ വന്ന് നമ്മുടെ കുട്ടി ഉള്ളായിരുന്നു. ആ കുട്ടിയെ നമ്മുടെ പരിപാടി നമ്മുടെ ഒരു പാട്ട് പാടിപ്പിച്ചു. പിന്നെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. ആ പുള്ളിക്കാരൻ നമ്മളൊരു പാട്ട് പാടിക്കാൻ ഒരു അവസരം കൊടുത്തു. ഈ കുട്ടിയെ ഞങ്ങൾക്ക് അറിയത്തില്ല. ഇതേ കുട്ടി. നമ്മുടെ പേരെന്തോ? ഗായത്രി. വീട്ടുപേരെന്തോ? എവിടെ? വീട്ടുപേരെന്തോ? എവിടെ? ആ ഓക്കെ, ശരി ഓക്കെ. എവിടെ? ചെരുവിള പുത്തൻമേട്ടില്. ക്ലബുമായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ. നിങ്ങൾ എന്തുകൊണ്ടാണ് അവർക്ക് അവസരം കൊടുത്തത്? ഇത്രയും സമയം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ സംഘാടകർ വിട്ട അദ്ദേഹമാണ് പൈസ തന്ന ആളാണ് ഒന്ന് പറഞ്ഞത് പാടിച്ചോളാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് ക്ഷേത്രത്തിൽ ആർക്കും ബന്ധമില്ലെന്നാ സാറേ, ഒരു പാട്ടല്ലേ പാടി, അതങ്ങ് വിട്ടുകളാ. അതെന്ത് ക്ഷമ ചോദിക്കണം, ക്ഷമ ചോദിക്കാം. ഒരു കുട്ടി ഒരു ആഗ്രഹത്തിന് പാടിയതല്ലേ, ക്ഷമിക്ക് ദൈവം. മാപ്പിള ഞങ്ങൾ ക്ഷമിക്കുകയാണ്, ക്ഷമ ചോദിക്കുകയാണ്. അല്ല, ക്ഷമ ചോദിക്കുകയാണ് ദേവിയെ. ഒരു പാട്ടല്ലേ, ഒരു 5 മിനിറ്റത്തെ കേസല്ലേ. വിട്ടുകളാ നാട്ടുകാർക്ക് വേണ്ടിയുള്ള അവസരങ്ങൾ കൊടുക്കാതെ
ആരെയും കൊണ്ട് പാടിക്കണമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ തടയണം. ഈ നാട്ടുകാരെ കൊണ്ട് പാടിപ്പിക്കാൻ നിങ്ങൾ ഫസ്റ്റിലെ തടഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങൾ ആരെയും കൊണ്ട് പാടിപ്പിക്കത്തില്ല. നിങ്ങൾ തന്നെയാണ് അവസരം കൊടുത്തത്, നിങ്ങൾ തന്നെയാണ് പാടിപ്പിച്ചതും. അത്രേ ഉള്ളൂ. അപ്പൊ അടുത്ത പാട്ട് വേണമെങ്കിൽ ഞങ്ങൾ വളരെ സങ്കടകരമായ കാഴ്ചയാണത്. ഒരു പെൺകുട്ടിയെ അവൾ പാട്ട് പാടാൻ ആഗ്രഹിച്ച് അവസരം കാത്തിരുന്നപ്പോൾ അത് കൊടുത്തു എന്നതിന്റെ പേരിൽ ഇങ്ങനെ പരസ്യമായി അപമാനിക്കുന്ന ആ മനുഷ്യന്റെ മുണ്ടുപൊക്കി ചന്തിക്കിട്ട് പെടപടക്കുകയാണ് വേണ്ടത്. ഇങ്ങനെയാണോ കല വളർത്താൻ വേണ്ടി നിങ്ങൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നടത്തുന്നത്? എത്ര നെറികെട്ട പരിപാടിയാണ് നിങ്ങൾ ചെയ്തത്? അവിടെ സംഭവിച്ചത് എന്തെന്ന് ഞങ്ങളുടെ പ്രതിനിധി ഈ ട്രൂപ്പിന്റെ മാനേജരോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. ഗാനമേള തുടങ്ങി ഒരു 2 പാട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കക്ഷി എന്നെ വന്ന് പറഞ്ഞ് ഞങ്ങളുടെ നാട്ടിലൊരു പെൺകുട്ടിയുണ്ട്, ഒരു പാട്ട് പാടിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പിന്നെന്താ പാടിക്കാം. അങ്ങനെ ആ പെൺകുട്ടിയെ കൊണ്ടുവന്ന് ഞങ്ങള് ആ പെൺകുട്ടിയെ 2 പാട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പെൺകുട്ടിയെ കൊണ്ട് പാടിച്ചു. ഞങ്ങളുടെ ഗായികന്മാരോട് ചേർന്ന് അതിന്റെ കൂടെ നിന്ന് പെർഫോം ചെയ്ത് അത് വളരെ സന്തോഷമായിട്ട് ആ പാട്ട് കഴിഞ്ഞു. ഈ കക്ഷി പറഞ്ഞ പെൺകുട്ടിയെ ഒരു രീതി വെച്ചാൽ ആരും നന്നായി പാടുമ്പോൾ നമ്മൾ ശരി ഒരു 100-200 രൂപ ഞങ്ങളുടെ ട്രൂപ്പിന്റെ വകയായിട്ട് സമ്മാനം നമ്മൾ കൊടുക്കും. അത് അങ്ങനെ ചെയ്യുന്നവർക്ക് ആളുകൾക്ക് ഒരു ഭയങ്കര സന്തോഷമാണ്, പ്രോത്സാഹനവും കൂടിയാണല്ലോ. അല്ല, അവർ പ്രോത്സാഹനം എന്ന് പറയുമ്പോഴത്തേക്ക് ആ പാടിയ ആളിന് അവരുടെ വീട്ടുകാർക്ക് അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ സ്വന്തക്കാർക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ ഗാനമേളക്കാർ ഇന്ന് സമ്മാനം മേടിച്ച് ഇതൊക്കെ നമുക്കിത് അറിയാമല്ലോ. ഇപ്പൊ എന്റെ മോളും പാട്ടുകാരിയാണ്. എന്റെ മോളെ കൊണ്ട് ഞാൻ കുറെ വർഷങ്ങൾ നടന്നതാ ഓരോ അമ്പലങ്ങളിൽ ചാൻസ് ചോദിച്ചു. അപ്പൊ എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ആരും ഒന്ന് ചോദിച്ചാലും കൊടുക്കും. പക്ഷെ ഒരു കാര്യം ഫിക്സായിട്ട് ചെയ്യും, സംഘാടകരുടെ പെർമിഷൻ ഉണ്ടെങ്കിലേ ഞാൻ പാടിക്കത്തുള്ളൂ. അത് സംഘാടകരുടെ ഇതൊക്കെ ഞാൻ 40 വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നത്, എനിക്കിത് അറിയാം. അപ്പൊ ഇത് ഞാൻ അങ്ങോട്ടൊന്നും പറയുന്നില്ല, സംഘാടകർ തന്നെ ഇങ്ങോട്ടൊന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടിയെ പാടിക്കണം, ആ പെൺകുട്ടിയെ പാടിക്കും. 2-3 മാസം കഴിഞ്ഞിട്ട് വീണ്ടും വേറൊരു സംഘാടകൻ തന്നെ എന്ന് പറഞ്ഞ് ചേട്ടാ ഇവര് നല്ലൊരു പാടുന്ന പയ്യനും കൂടെ ഞങ്ങൾ നോക്കി ചാൻസ് കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു പിന്നെന്താ ചാൻസ് കൊടുക്കാം. അങ്ങനെ ആ പയ്യനെ കൊണ്ടും ചാൻസ് കൊടുത്തു. ഞങ്ങൾക്ക് പണം തന്ന കക്ഷി ഈ പ്രായമായ ആളിന് വേണ്ടി പാടിക്കുമെന്ന് ചോദിക്കാൻ വന്നില്ലേ. ഈ സമയത്ത് ഈ മോൾ എന്തായെന്നറിയാം, അവള് നല്ല ബ്രില്യന്റ് ആയിട്ടാ മോള്. അവള് ഈ സംഘാടകർ ചേട്ടാ എനിക്ക് പാട്ട് പാടാൻ ചാൻസ് തരുമോ, ഞാൻ കുറെ സമയത്ത് ഇവിടെ നിൽക്കുക. ഈ സംഘാടകനോട് ചാൻസ് ചോദിച്ചു. പുള്ളി അപ്പൊ എന്നോട് പറഞ്ഞു കുട്ടി ഒരു ചാൻസ് ചോദിക്കുന്നു, കുട്ടി ഏതാണെന്ന് എനിക്കറിയില്ല എന്റെ അടുത്ത് പറഞ്ഞത്. ഈ പെൺകുട്ടി ഏതാണെന്ന് അറിയില്ല, മോളെ സ്ഥലം ഇവിടെ. അപ്പൊ ആ പെൺകുട്ടി 1-2 അഡ്രസ് ഒക്കെ പറഞ്ഞപ്പോ അയാൾ എന്നോട് പറഞ്ഞു ചേട്ടാ എനിക്ക് പെൺകുട്ടി പറയുന്ന അഡ്രസ് ഒന്നും എനിക്ക് പിടികിട്ടുന്നില്ല, പക്ഷെ എന്തായാലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു പെൺകുട്ടി ചാൻസ് ചോദിച്ചല്ലേ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു പാട്ട് പാടിക്കോ എന്ന് പറഞ്ഞു. അപ്പം 3 പേർക്ക് ചാൻസ് കൊടുക്കുകയും ഈ പെൺകുട്ടി ആദ്യം മുതൽ അവിടെ നിൽക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ചാൻസ് കൊടുത്തോളൂ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കവിടെ ബുദ്ധിമുട്ട് പറയുന്നത് ശരിയല്ല. അല്ലെങ്കിൽ തന്നെ ബുദ്ധിമുട്ടുന്ന കാര്യമില്ല. മാത്രമല്ല ഞങ്ങളുടെ പ്രോഗ്രാം ഒരുപക്ഷെ സാറ് കണ്ടിട്ട് കാണത്തില്ല. ഞങ്ങളുടെ വേറൊരു TV ഞങ്ങളുടെ പ്രോഗ്രാം ഒരിക്കലും ഒരു 10 പേർക്ക് ചാൻസ് കൊടുത്താലും ഞങ്ങളുടെ പ്രോഗ്രാം പൊളിയത്തില്ല. സാധാരണ ഗ്രൂപ്പുകൾക്ക് പേടിയാ 1-2 പേർക്ക് ചാൻസ് കൊടുക്കാൻ. അതിനുശേഷം ഈ മോള് തന്നെ അവരോട് ചാൻസ് ചോദിച്ച് പാടാൻ സമ്മതിച്ചു. ആ മോള് ഒരുവിധം ഭയങ്കര പാട്ടൊന്നും അല്ല, അതിന്റെ ഇൻട്രസ്റ്റ് കൊണ്ട് പാടിയതാ. പക്ഷെ പാടിക്കഴിഞ്ഞിട്ട് എനിക്ക് ആ കുട്ടിയെ കുറിച്ച് 2 വാക്ക് നമ്മൾ പറയും. ഇപ്പൊ ഒന്ന് പാടിയ കുട്ടി മനോഹരമായിട്ടുണ്ട്, എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുള്ളൂ എന്നൊക്കെ പറയും. കാരണം അതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയാ. അത് നന്നായി പാടിയാലും നന്നായി പാടില്ലെങ്കിൽ നമ്മൾ പറയും. നന്നായി പാടുന്നവർക്ക് എന്തെങ്കിലും പൈസകൾ കൊടുക്കും. ഞാൻ ഇത് പറയാൻ വേണ്ടി ഞാൻ അനൗൺസ് ചെയ്യുന്നത്. എന്റെ അനൗൺസ്മെന്റ് വെച്ചെടുത്തപ്പോഴത്തേക്ക് ഈ വെള്ള ഷർട്ടും മുണ്ടുകൊടുത്ത കക്ഷി തട്ടെടുത്തോണ്ട്, അതാണ് എല്ലാം തട്ടെടുത്തോണ്ട് ഒരു പൊതു ഏരിയല്ലേ അറിയാം, നിങ്ങൾ കാണും. തട്ടെടുത്തുകൊണ്ട് വന്നിട്ട് എന്റെ അടുത്ത് വന്നിട്ട് ആ മൈക്കിഞ്ഞ് വന്നേ. സത്യത്തിൽ പുള്ളി എന്താ പറയാൻ വരുന്നത് എനിക്കൊരു ഉത്സവപ്പറമ്പില് നമ്മൾ ആരും അറിയാത്തൊരു വിഷയമുണ്ട്. കാരണം ഈ സ്റ്റേജിനകത്തേക്ക് ലൈറ്റ് അടിക്കും. ഇപ്പൊ ഹെവി ലൈറ്റ് വെച്ചില്ലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ലൈറ്റിന് അപ്പുറത്തേക്ക് ബാക്കിലെല്ലാം നമുക്ക് ബ്ലാങ്ക് ആയിരിക്കും. കാരണം അറിയാലോ ഒരു കാറ് ഹെഡ്ലൈറ്റ് അടിച്ച് വരും. ഇതേ കണക്കാ. പുള്ളി വന്ന് എന്റെ മക്കി മേടിച്ചിട്ട് ചോദിക്കുന്നത് ഈ കുട്ടി ആരാ, ഈ കുട്ടിയെ കൊണ്ട് നിങ്ങൾ എന്തിനാ പാടിച്ചു, അങ്ങനെ സംസാരം നീണ്ടുകണ്ടായിരുന്നു. പിന്നെ സാറ് ഈ വീഡിയോ കണ്ട കാര്യങ്ങളാ. സംഘാടകർ വന്ന് പുള്ളിയെ പക്ഷെ അതാ ഞാൻ എന്റെ ഭാഗ്യം എന്ന് പറഞ്ഞില്ലേ, എനിക്ക് ആ പൈസ കൊണ്ട് തന്ന അദ്ദേഹം തന്നെ ഈ പെൺകുട്ടിയെ പാടിക്കാൻ പറഞ്ഞതാണ് എനിക്ക് ഭാഗ്യമായത്. ഇല്ലെങ്കിൽ അതും വിഷയനെ. ഇത്രയാണ് സംഭവം. അത് ഞാൻ പുള്ളി എത്ര പറഞ്ഞിട്ടും മനസ്സിലാവാതെ പുള്ളി വീണ്ടും ഞാൻ പറഞ്ഞു ചേട്ടാ ഇന്ന ആള് പറഞ്ഞിട്ടാണ് അദ്ദേഹം തോണ്ട നിൽക്കുന്നത്, അദ്ദേഹത്തോട് നിങ്ങൾ ചോദിച്ചറിയാം. അപ്പോഴും പുള്ളിക്ക് അത് കേൾക്കാൻ താല്പര്യമില്ല. പുള്ളി പറഞ്ഞു നിങ്ങൾ എന്തിനു പാടിച്ചു, ഇവിടുത്തെ ഗായകർക്ക് അവസരം കൊടുക്കാതെ നിങ്ങൾ എന്തിനു പാടിച്ചു. അവിടെയും തെറ്റുണ്ട്. അവിടുത്തെ ഗായകർ പുള്ളി പറഞ്ഞു പെണ്ണുൾപ്പെടെ അവസരം കൊടുത്തിട്ടാണ് ഈ പെണ്ണിന് അവസരം കൊടുക്കുന്നത്. അത് സംഘാടകർ പറഞ്ഞു.
അപ്പം പുള്ളിയുടെ ഭാഗം ഒന്നും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോഴത്തേക്ക് പുള്ളി ഇതിൽ തന്നെ തർക്കിച്ച് പിടിച്ചങ്ങ് നിന്ന്. അപ്പൊ എനിക്കറിയാം പുള്ളി ഇങ്ങനെ സാറേ ഞാൻ പറഞ്ഞില്ലേ കുറെ വർഷമായിട്ട് കാണുകയല്ലേ, നമുക്കറിയാം ചില ആളുകളുടെ രീതി. അതുകൊണ്ടാണ് ഞാൻ ക്ഷമിക്ക് ചേട്ടാ, പറ്റിപ്പോയി, അവസരം കൊടുത്തു. അത് നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നുമെങ്കിൽ ഞാൻ ക്ഷമ പറയാം, മാപ്പ് പറഞ്ഞു, മാപ്പുതാ, ക്ഷമിക്ക, ഒരു പെൺകുട്ടിയല്ലേ, അത് മാറിപ്പോയി, ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഞാൻ പറഞ്ഞു നോക്കി. പുള്ളിക്ക് അത് സ്വീകാര്യമല്ല. നിങ്ങളെന്ത് അവസാനം വീണ്ടും പുള്ളി ചെയ്തൊരു തെറ്റ് ഭാഗം എന്ന് പറയാ, ആ മോളെ സ്റ്റേജിലേക്ക് വിളിച്ചു വരും. എന്ത് ആ കൊച്ചെന്ത് എവിടെ, ആ കൊച്ചു ഇങ്ങോട്ട് പറഞ്ഞു, ആ കുട്ടിയുടെ പേരും ഊരും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അപ്പൊ ആ കുട്ടി എല്ലാം മറുപടി പറയുന്നുണ്ട്. അപ്പം പെൺകുട്ടി വീട്ടുപേര് പറഞ്ഞ പുള്ളി ശരി ഓക്കെ. അപ്പൊ സ്വാഭാവികം നമ്മൾ വിചാരിക്കുന്ന അവിടെ ആ ചാപ്റ്റർ ക്ലോസ് ആയി. കാരണം ആ പെൺകുട്ടി വീട്ടുപേര് പറഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ ആയല്ലോ. പക്ഷെ അടുത്ത ഡയലോഗ് വീണ്ടും പുള്ളി ആ പഴയ കണക്ക് തന്നെ നിങ്ങൾ എന്തിന് ചാൻസ് കൊടുത്തു. ആ പെൺകുട്ടിയോട് വിളിച്ചു വരുത്തി ആ പെൺകുട്ടിയുടെ വീട്ടുപേരും കാര്യങ്ങളെല്ലാം ചോദിച്ചതിന് ശേഷം എന്നിട്ട് പുള്ളി പറയാണ് ഇതൊക്കെ ശരി, പക്ഷെ ഇനി ഞങ്ങൾക്ക് ഈ കുട്ടിയായിട്ട് യാതൊരു ബന്ധവുമില്ല, നിങ്ങൾ എന്നാ ചാൻസ് കൊടുത്തു. വീണ്ടും ആ പഴയ കാര്യം തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ബാക്കിയുള്ള സംഘാടകർ വന്ന് ഇദ്ദേഹം പിടിച്ചുകൊണ്ട് പോകുന്നത്. ഗാനമേളക്കാർ അവരുടെ വിവേചന ബുദ്ധി ഉപയോഗിച്ചാണ് ഇത്തരം സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്ന പാട്ടുകൾ ചിലപ്പോൾ പാളിയെന്ന് വരാം. പക്ഷെ വിവേചന ബുദ്ധിയും വിവേക ബുദ്ധിയും മനുഷ്യർക്ക് അത്യാവശ്യമായി വേണ്ടതാണ്. ഒരു പെൺകുട്ടിയെ പരസ്യമായി സ്റ്റേജിൽ കയറ്റി അപമാനിക്കുക എന്നത് ചെറിയ രോഗമല്ല. സ്വന്തം മക്കൾക്ക് ഇങ്ങനെ പറ്റുമ്പോൾ മാത്രമേ ഇത്തരക്കാർ പാഠം പഠിക്കൂ. ഇത്തരം ഗ്രാമീണ പരിപാടികളൊക്കെ പുതിയ പ്രതിഭകൾക്ക് അവസരം കിട്ടുന്നതിന് വേണ്ടിയാണ്. കൊല്ലത്തെങ്ങാണ്ട് ഒരു പെൺകുട്ടി ഒരു ഭജന സംഘത്തിന്റെ പിറകിലിരുന്നു കൊണ്ട് പാടിയ പാട്ട് ലക്ഷക്കണക്കിന് ആളുകൾ കാണുകയും സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും ചെയ്തത് നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ പാട്ട് പാടാൻ താല്പര്യമുള്ളവർ അവസരം തേടിയെത്തുമ്പോൾ അവരെ ഇങ്ങനെ അപമാനിക്കുന്നത് മര്യാദകേടാണ്. ഇത്തരം സംഘാടകർക്ക് പെട കൊടുക്കുക തന്നെയാണ് ഏക ശിക്ഷ. അവസാനം നാട്ടുകാർ പ്രതികരിച്ചതെങ്കിലും ആശ്വസിക്കാം. ഇത്തരം സംഘാടകർ പൊതുപ്രവർത്തനം നിർത്തി വീട്ടിലിരിക്കുന്നതായിരിക്കും നാട്ടുകാർക്ക് നല്ലത്.